ഈ ഭൂമി എത്ര സുന്ദരം. അങ്കിളെ വികാസ് നഗർ എവിടെയാ? ആ, വികാസ് നഗറോ? അത് പിന്നെ നമ്മുടെ ഏരിയ അല്ലേ? ആണോ? വാ, ഞാൻ കാണിച്ചു. വാ വാ വാ. അങ്കിളെ ഫ്രണ്ടിലിരുന്നോ, ഞാൻ ബാക്കിൽ ഇരുന്നോളാം. ഏയ്, മുന്നിലിരിക്കാൻ പാടില്ല. ഇന്നലെ കൂടെ ജോത്സ്യം പറഞ്ഞേ ഉള്ളൂ ഫ്രണ്ടിൽ ഇരിക്കണമെന്ന്. പെമ്പിളരാണല്ലോ. അവിടെ ആരെ കാണാനാ? അവിടെ ഒരു വീട് റെന്റിനുണ്ടെന്ന് OLX കണ്ടായിരുന്നു അങ്കിള്. ഓ, അതേത് വീട്? ARA 59. ARA 59. ഓ, അതാ പരതാറി ഇടിക്കുള്ളിയുടെ വീടാണല്ലോ. അങ്കിളിനെ വീടറിയാവോ? വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. വഴി ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ആട്ടെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യാ? ഞാനിപ്പോ കാർ കുട്ടി ഭയങ്കര വണ്ടിയാണല്ലോ. അല്ല അങ്കിളെ, ഞങ്ങൾ ആക്ച്വലി IT പ്രൊഫഷണൽസാ. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവോ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. മന്ത്രിക്ക് സ്തുതി. ഈ റോഡ് ഇങ്ങനെ തന്നെ കിടന്നാ മതി. ആ, നിർത്ത നിർത്ത നിർത്ത. ആ, പതുക്കെ ഇറങ്ങിയാ മതി. ഇതാ നിങ്ങൾ ഉദ്ദേശിച്ച വീട്. ഓ, താങ്ക് യു അങ്കിൾ. ആ, പിന്നെ സൂക്ഷിച്ചോളണം. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല കേട്ടോ. മറക്കരുത്. വന്ന വഴി മറക്കരുതെന്നാ പ്രമാണം. ഇവിടെ ഇതോ, കൊള്ളാലോ. അത് കണ്ടോ? നൈസ്. അതാണ് എന്റെ വീട്. ഏത് സമയത്ത് നിങ്ങൾക്ക് അവിടെ വരാം. കോളിംഗ് ബെല്ലിൽ ഒരൊറ്റ ടച്ച്. ഓക്കെ ഓക്കെ. ശരി അങ്കിൾ, ശരി, ബൈ. ഓ, സാറേ, എന്താ മൂന്നാല് പെൺപിള്ളേര് സാറല്ലോ കുഴപ്പമുണ്ടാക്കിയ? ചുമല്ല. അതെ, സർവേയുടെ ആൾക്കാരാണ് പിന്നെ വരും. എനിക്ക് ഇപ്പൊ സമയമില്ല. അയ്യോ അതല്ല സാർ, ഞങ്ങൾ OLX വീടിന്റെ ആഡ് കണ്ടിട്ട് വന്നതാ. അയ്യോ സോറി. ബാസി, താക്കോൽ എടുത്ത് വരും. മോളി കാണിച്ചു കൊടുക്കുക. ഇവൻ കാണിച്ചു താങ്ക് തരും. യു സാർ. ഇവിടെ താമസിക്കാൻ വന്നാണ് അതെ. 4 പേരും. എല്ലാ കാര്യത്തിനും എന്നെ വിളിച്ചാ മതി, ഓ, ഞാൻ റെഡിയാക്കി തരും കേട്ടാ. കാണിച്ചു കൊടുക്കടാ. വാ, കേറി വാ. ഇവിടെയൊക്കെ നല്ല അയൽവക്കാരാ. വീട് സൂപ്പറാണ്, എല്ലാ സൗകര്യമുണ്ട്. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് നിങ്ങൾക്ക് ഈ സിറ്റിയിൽ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാർ ഒറ്റക്കായതുകൊണ്ടാണേ. സാറിന്റെ എല്ലാം ഞാനാണ്. അതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ അയ്യോ വേണ്ട, ഞങ്ങൾ കഴിച്ചോളാം. ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോളാം. അല്ല, ഇന്നത്തെ ഭക്ഷണം ഇവിടെ ആക്കിയാലോ? ഇന്ന് എന്റെ ഇവിടെ കഴിച്ചൂടെ? ആയിക്കോട്ടെ. എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ. ഇവിടെ ഒരു കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്. നല്ല ചാളക്കറി, ചാള വറുത്തതൊക്കെ അടിപൊളി. അത് മതി. എങ്ങനെയുണ്ടാവും? പോരെ? അത് മതി. പോരാട്ടാ. ആ മുതലാളി, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. 15 രൂപ മാസ വാടക, 50 രൂപ അഡ്വാൻസ്. ഓക്കെ ആണേ നോക്കാം കൊടുക്കാം. ആ മുതലാളി, ഞാൻ വിളിച്ചത് നിങ്ങൾക്കിപ്പോ നമ്മളൊന്നും വേണ്ടല്ലോ. GST കാരല്ലേ നിങ്ങളുടെ ദൈവം. നമ്മുടെ മാവും പൂക്കും മുതലാളി. ചുമ്മാ കളിയാക്കല്ലേ സാറേ. ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഈ ADGP-മാരുടെ ഭാര്യമാരെ മാത്രമേ സഹായിക്കുള്ളൂ എന്ന് നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പെങ്കൊച്ചുണ്ട്. അതിന്റെ കല്യാണമാണ്. പാവപ്പെട്ട കൊച്ച. ഒരു 10 പവൻ കൊടുത്ത് സഹായിക്കണം. അവൾക്ക് കാശ് കിട്ടുമ്പോൾ അവള് തന്നോളും. ഞാൻ ഗ്യാരണ്ടി. അത് ബുദ്ധിമുട്ടാ സാറേ. 10 പവൻ എന്നൊക്കെ പറഞ്ഞാ ആ, പറ്റൂല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. എന്തിയാകും. മുതലാളിയുടെ സ്വർണ്ണമൊക്കെ എപ്പോഴും കരിപ്പൂര് വഴി വരുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, ഞാൻ കാവലിന്നോളാം. അല്ല സാറേ, പിണങ്ങരുതേ. പിണങ്ങാ നീ ആരടാ? എന്റെ പെണ്ടാട്ടിയ. ആണുങ്ങളെ പോലെ യെസ് അല്ലെങ്കിൽ നോന്ന് പറ കേട്ടാ. അപ്പൊ എങ്ങനെയാ? ഗ്രീൻ സിഗ്നലോ റെഡ് സിഗ്നലോ? ഞങ്ങൾക്ക് ഓക്കെയാണ് സാർ. വെരി ഗുഡ്. ഒരു സെക്കൻഡ്. ഉറപ്പിച്ചേ? ഹലോ സാറേ, ഞാൻ ഓക്കെ ആണ്, പറഞ്ഞാ മതി. താങ്ക് യു മുതലാളി. അപ്പൊ അതും ഓക്കെ, ഇതും ഓക്കെ. ശരി എന്നാ. ഓക്കെ സാർ. ഇന്നത്തെ മീൻ തന്നെ. ഓ, ഇന്നത്തെ മീൻ തന്നെ, നല്ല ഫ്രഷ് മീൻ. 100 രൂപയുടെ കുഴിയാണ്. നിനക്ക് ലാഭം വല്ലതും കിട്ടുമോ? ലാഭം എന്ത് തോന്നുന്നു? നമ്മൾ 5 രൂപയ്ക്ക് 5 മീൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഇവിടെ തന്നെ നിൽക്കും. ഒരെണ്ണം താഴെ പോയി അപ്പുറത്ത് വെട്ടി കൊടുക്കാം. എന്തുണ്ട് മീൻ? പിടക്കണ നത്തോലിയുണ്ട്, പിടക്കണ അയലുണ്ട്. ബാക്കി വേണ്ടേ? നിന്റെ പിടയ്ക്കണതേ ഉള്ളൂ. നാളെ വരാം.
നിന്റെ പിടയ്ക്കണ അല്ലാത്ത വല്ലതും ഉണ്ടോ? അടിപൊളി നല്ല സൂപ്പർ മീനാണ്, ഫ്രഷ് മീനാണ്. ആ പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. എന്റെ മദനഗോപാല സാറേ, ആ കൊച്ചിനെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? ദാ, ഈ വീട് മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് താമസിക്കാൻ. അതെന്താ ചേച്ചി, വീടിന് വല്ല കുഴപ്പമുണ്ടോ? വീടിനല്ല കുഴപ്പം, വീട്ടുകാർക്കാ. ഞങ്ങൾക്ക് പക്ഷെ അങ്ങനൊന്നും തോന്നിയില്ലല്ലോ ചേച്ചി. പക്ഷെ ചേച്ചി പറഞ്ഞപ്പോ ടെൻഷനായി. ടെൻഷനൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ. ടെൻഷനൊന്നും വേണ്ട, ചേച്ചി ചുമ്മാ അവരറിഞ്ഞിരിക്കേണ്ടതല്ലേ, എപ്പോഴായാലും അറിയണ്ടേ. ആ ജോസഫേ, നാളെ സെൻഡ് ഓഫ് പാർട്ടി കഴിയുമ്പോൾ സാറേ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വല്ല വിളക്കോ കുത്തുപോണിയോ കഥകളി രൂപമോ എല്ലാം തന്നാൽ എൻ്റെ സ്വഭാവം മാറും. നാറ്റിക്കരുത് കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ഒരു 2 ടണ്ണിൻ്റെ AC വാങ്ങിച്ചോ, എനിക്ക് അടുക്കളയ്ക്കകത്ത് ഫിറ്റ് ചെയ്യാൻ. ആ നല്ല മുട്ടം വാളയിരിക്കണം, എടുക്കട്ടെ. വാളന്റെ കുഞ്ഞമ്മ കൊണ്ട് വരമ്പ നാറികള് ഒന്നും വാറ്റാനും സമ്മതിക്കൂല. എന്തോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ദിവസമാണെന്ന്, പ്രത്യേകിച്ചും എന്നെ പോലൊരാൾ. കാക്കി ശരീരത്തിൽ നിന്ന് മൂരുന്ന ദിവസം. പിന്നെ അവന് റോട്ടിൽ കിടക്കണ പട്ടിയുടെ വിലയേ ഉള്ളൂ. തോളിൽ സ്റ്റാറും ഇല്ല, സല്യൂട്ട് അടിക്കാൻ ആളുമില്ല. സർവീസിൽ ഇരിക്കുമ്പോൾ കുഴപ്പിച്ചവന്മാരെല്ലാം നമുക്കിട്ട് പണിതരാൻ നോക്കുന്ന ദിവസങ്ങളാ പിന്നെ അങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നൂൽപ്പാലത്തിൽ കൂടെയുള്ള യാത്ര. അക്കരെ എത്തിയെന്ന് പറയാം. പക്ഷെ അത് പേടിച്ച് ചാടി ചാവാൻ നോക്കൂലല്ലോ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദിവസം കുറച്ച് നെയ്ച്ചോറെല്ലാം കഴിച്ച്, കുറച്ച് കോഴിക്കാലെല്ലാം കടിച്ച് പറിച്ച്, കുറച്ച് പരദൂഷണമെല്ലാം പറഞ്ഞ് പിരിയ അല്ലേ? അതെ സാർ. ഈ വീട്ടിൽ വന്നുള്ള അഭ്യാസമൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോ എങ്ങനെയാ, ഓക്കെ അല്ലേ? ഓക്കെ സാർ. ആ മസ്കാരം എടുത്തേ. ഓ സാറ് കണ്ണെഴുതി പൊട്ടു തൊട്ട് നല്ല കിടുക്കാച്ചി സെറ്റപ്പിലാണല്ലോ. നല്ല ചുള്ളൻ ചക്കന്മാരല്ലേ വരുന്നേ, വില കളയാൻ പറ്റത്തില്ലല്ലോ. കസ്റ്റഡിയിലുള്ള കക്ഷി എന്താ ചാടിപ്പോയോ? പോടി. ഏതാടി, മറ്റേ ഓൺലൈൻ ട്രേഡിംഗ് കക്ഷിയാണോ? അവനെ കിട്ടും മാസം 1 ആയി. നിന്റെ അപ്ഡേഷൻ തീരെ പോരാ മോളെ. അപ്ഡേറ്റ് ചെയ്ത് അവസാനം ഡേറ്റ് തെറ്റാതെ നോക്കിക്കോണം, പറഞ്ഞേക്കാം. അതിനൊക്കെയുള്ള റെമഡീസേ എന്റെ പേഴ്സണലുണ്ട്, യു ഡോണ്ട് വറി. എന്നാ പോവാം. എത്ര മണിക്കടി ഷോ? 9:15. അതെ, അവസാന നിമിഷം ഓടി പഠിച്ച സിനിമ കാണുന്ന പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്ങ് ഇറങ്ങും. ധൃതി പിടിക്കണ്ട, മണി 8 ഉള്ളൂ, ഇനിയും സമയമുണ്ട്. നല്ല ബിരിയാണി, അതായത് നല്ല ചിക്കൻ ബിരിയാണി നിന്ന് AC-ലിരുന്ന് സിനിമ കാണാൻ അടിപൊളിയായിരിക്കും. ചിക്കൻ ബിരിയാണിയോ? ആ, പാരഡൈസ് ഹോട്ടലിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വരുത്തിച്ചതാ. ഇന്ന് സാറിന്റെ റിട്ടയർമെന്റ് ആയിരുന്നല്ലോ. ആ, നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചേക്കുക. അടിപൊളി ബിരിയാണിയാ. അയ്യോ ഞങ്ങളില്ല ഏട്ടാ, ഒരുപാട് ആളൊക്കെ വരുന്നതല്ലേ, ഞങ്ങളില്ല. ഒരുപാട് ആളൊന്നുമില്ല, പിന്നെ? നമ്മുടെ ആദർശ് സാറും വലസൻ ചേട്ടനും മാത്രമേ ഉള്ളൂ. സാറ് പ്രത്യേകം പറഞ്ഞേക്കുവാ, നിങ്ങൾ വന്നില്ലെങ്കിൽ സാറിന് വിഷമവും. അതിപ്പോ നീ റെഡിയായോ? എന്താണ്? ഞങ്ങൾ വന്നേക്കാം ചേട്ടാ. വരല്ലേ? വന്നേക്കാം. ഞാൻ നോക്കി വരണം, നമ്മളെ പൊളിക്കും. വിളിച്ചതല്ലേ, പോയിട്ട് വരാം.